ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആടുജീവിതം സിനിമയിലും ആടുജീവിതം നോവലും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നജീബിന്റെ കഷ്ടപ്പാട് കാണിച്ചുകൊണ്ടും അതിനുശേഷം അവർ എയർപോർട്ടിലേക്ക് വരുന്ന സീനുകളൊക്കെയാണ് തുടക്കത്തിൽ എയർപോർട്ടിൽ കാണിക്കുന്നത്. എന്നാൽ നോവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോവൽ തുടങ്ങുന്നത് തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് കാണിക്കുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രണ്ടുപേരും കീഴടങ്ങുന്ന ആ ഒരു സീനിലാണ് നോവൽ തുടങ്ങുന്നത്. അതായത് നജീബും ഹമീദ് എന്ന ക്യാരക്ടറും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ നജീബും ഹമീദും കൂടി കുറെ നാൾ കുഞ്ഞിക്കയുടെ വീട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്നു. പിന്നീട് ഇതുപോലെ ഒളിച്ചു താമസിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവർ സ്വയം കീഴടങ്ങാനായിട്ട് തയ്യാറാവുകയായിരുന്നു. അടുത്തത് ഇബ്രാഹിം ഖാദിയുടെ ഫോട്ടോ കണ്ടിട്ട് നജീബ് ഞെട്ടുന്നുണ്ട്. സിനിമയിൽ ഇത് കണ്ട് ഞെട്ടുകയും പിന്നീട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ, എന്നാൽ നോവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ആണെങ്കിൽ ഇത് കണ്ടിട്ട് നജീബിനെ സംശയിക്കുകയും ഇയാളെ അറിയോ എന്ന് ചോദിച്ചിട്ട് നജീബിനെ തല്ലുകയും ചെയ്യുന്നുണ്ട്. സിനിമയിൽ ഏകദേശം 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ നോവലിലാണെങ്കിൽ 5-6 മാസത്തിൽ കൂടുതൽ ആ ഒരു ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഹമീദിനെ സ്പോൺസർമാർ വന്ന് പിടിച്ചോണ്ട് പോകുന്നതായിട്ടും പറയുന്നുണ്ട്. ഹമീദിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിക്കയുടെ അടുത്ത് നജീബ് വന്നതുപോലെ തന്നെ, അതായത് ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും നേരിട്ട് അങ്ങനെ നജീബ് വന്നതുപോലെ തന്നെയാണ് ഹമീദ് ആണെങ്കിൽ കുഞ്ഞിക്കയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നജീബ് കുഞ്ഞിക്കയുടെ അടുത്തായിരുന്ന സമയത്തും ജയിലിലായിരുന്ന സമയത്തും നജീബിന്റെ കഥകളൊക്കെ അറിഞ്ഞ് ഒരുപാട് പേര് നജീബിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നോവലിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം സിനിമയിൽ കാണിച്ചിട്ടില്ല. ഈ ഒരു ശശിക്കാണെങ്കിൽ ബോംബെയിൽ വെച്ച് വാച്ചൂരി കൊടുക്കുന്ന കാര്യമൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നോവലിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിൽ വെച്ച് നജീബ് ആണെങ്കിൽ ഹക്കീമിനോട് പറയുന്നുണ്ട്, നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് പഠിച്ച വാക്ക് കഫീൽ എന്ന വാക്കാണെന്ന്. എന്നാൽ നോവലിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഫീലിനെ അറബാബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറബാബ് എന്ന വാക്കാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചതെന്നാണ് നജീബ് പറയുന്നതായിട്ടാണ് നോവലിനകത്ത് കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ അവരെ മസറയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഹക്കീമിനെ വേറൊരു മസറയിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് നജീബ് അവിടെ വഴക്കടിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നോവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല നടന്നിട്ടുള്ളത്. അവനെ വിടല്ലേ എന്ന രീതിയിൽ ഒരു ആത്മകഥം പോലെ നജീബ് മനസ്സിൽ പറയുന്നതായിട്ടാണ് നോവലിൽ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ നജീബ് ആണെങ്കിൽ ആ ഒരു രാത്രിയിൽ ടെന്റിനുള്ളിൽ കയറി കിടക്കുമ്പോൾ അറബാബ് വന്ന് ചവിട്ടുന്ന രംഗം സിനിമയിലുണ്ട്. എന്നാൽ അത് നോവലിനകത്ത് കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നജീബിനൊപ്പം ജോലി ചെയ്യുന്ന ഒരു ഹിന്ദിക്കാരനുണ്ട്. സിനിമയിൽ അയാൾ അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് നജീബ് പാല് ഇറക്കാനൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ നോവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടുന്ന് പോയതിനു ശേഷം മാത്രമാണ് നജീബ് പാല് ഇറക്കാനൊക്കെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ആടിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നജീബ് ആണെങ്കിൽ തന്റെ മകൻ ഇടാൻ വെച്ചിരുന്ന നബീൽ എന്ന പേരാണ് ആ ഒരു ആട്ടിൻകുട്ടിക്ക് ഇടുന്നതായിട്ടാണ് സിനിമയിലും നോവലിലും കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്താണ് സിനിമയിൽ പാമ്പുകളെ കാണിക്കുന്നത്. എന്നാൽ നോവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നജീബ് ഉറങ്ങുന്ന സമയത്ത് അവിടേക്ക് ഒരു പാമ്പ് വരികയും അവിടുത്തെ ആട്ടിൻകുട്ടികളെ കടിക്കുകയും ആ ആട്ടിൻകുട്ടികൾ ചത്തുപോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ അറബാവാണെങ്കിൽ ആ ഒരു ദിവസം അവിടെ കാവൽ നിൽക്കുകയും അതിനുശേഷം ആട്ടിൻകുട്ടിയുടെ കാലിൽ ചുറ്റിയ പാമ്പിനെ നജീബിനോട് അടിച്ചു കൊല്ലാൻ പറയുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ട് പേടിച്ച് നജീബ് ഓടുന്ന സമയത്ത് മസറ പൂട്ടുന്നതായിട്ടും നോവലിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ നജീബ് ആണെങ്കിൽ ആ ഒരു പാമ്പിനെ അടിക്കുകയും ആ ഒരു പാമ്പ് അവിടെ നിന്ന് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ നബീൽ എന്ന ആട്ടിൻകുട്ടിയും ഇതുപോലെ പാമ്പിന്റെ കടിയേറ്റാണ് മരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അറബാബ് ആണെങ്കിൽ തന്റെ സുഹൃത്തിന്റെ മോളെ കല്യാണത്തിന് പോകുന്ന സമയത്ത് നജീബിനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നീ നല്ലവനാണ്, ഇതുവരെ നിന്നവരുടെ കൂട്ട് കള്ളനൊന്നുമല്ല, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നജീബിന് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ടെന്നാണ് നോവലിൽ പറയുന്നത്. അതുപോലെ തന്നെ നോവലിനകത്താണെങ്കിൽ മഴ വരുന്ന സമയത്ത് അറബാബ് ആണെങ്കിൽ പേടിച്ചിട്ട് ടെന്റിനകത്തേക്ക് കയറുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് അറബാബിന് മഴ പേടിയായിരുന്നു. അതുപോലെ തന്നെ നജീബ് പറയുന്നുണ്ട് ഈ അറബാബ് ജനിച്ചിട്ട് ഇതുവരെ കുളിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ നജീബ് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അറബാബ് മഴ പെയ്യുന്ന സമയത്ത് പേടിച്ചിട്ട് ആ ടെന്റിനുള്ളിലേക്ക് കയറുന്നതും നജീബിനെ ആണെങ്കിൽ കൂടെ വിളിച്ച് അടുത്തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നജീബിന് രക്ഷപ്പെടാൻ നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ അറബാബിന്റെ തോക്കാണെങ്കിൽ നജീബിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു തോക്കെടുത്ത് അറബാബിനെ ഷൂട്ട് ചെയ്തിട്ട് അറബാബിന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് കടന്നു കളയാനുള്ള പ്ലാൻ ആയിരുന്നു നജീബിന്റേത്. എന്നാൽ മഴ പെയ്യുന്ന കണ്ട് പേടിച്ചകത്ത് കയറിയിരിക്കുന്ന അറബാബ് ആണെങ്കിൽ നജീബ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തായി പോയേനെ എന്നൊക്കെ പറയുമ്പോൾ നജീബിനാണെങ്കിൽ മനസ്സലിയുന്നുണ്ട്. നജീബിനെ സിനിമയിൽ അവശനായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നോവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വന്ന പല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അത് ദൈവം കൊടുത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ തൃപ്തിപ്പെടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോവലിനകത്താണെങ്കിൽ ചെമ്പരിയാടുകളുടെ തോല് കട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തോല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ മെഷീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അറബാബനാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പേടിയായിരുന്നു. കാരണം അത് കാരണത്താൽ ആടുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടി കാരണം അതൊന്നും ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ സിനിമയിൽ കാണിച്ചിട്ടില്ല. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസ് ആയിട്ടുള്ള ബെഡേമിയൻ ചോട്ടേമിയൻ, വർഷങ്ങൾക്ക് ശേഷം അരമനെ 4, കേരള സ്റ്റോറി, യാരിയൻ 2, കൽക്കി, ഭീമ തുടങ്ങിയ വീഡിയോസും കാണാൻ മറക്കല്ലേ.